UDF സർക്കാരിന്റെ ബജറ്റിൽ ചെറുപുഴ പഞ്ചായത്തിന് മികച്ച പരിഗണന ലഭിച്ചതായി പഞ്ചായത്ത് ഭരണസമിതിയും പാർട്ടി നേതാക്കളും മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന പ്രഥമ യോഗത്തിൽ തന്നെ പഞ്ചായത്തിലെ ടൂറിസം പദ്ധതികളെപ്പറ്റി ചർച്ച ചെയ്യുകയും ആസൂത്രണ സമിതി അംഗങ്ങളുടെയും വികസന സമിതി അംഗങ്ങളുടെയും വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ടൂറിസം മേഖലയിലെ വിദഗ്ധന്മാരുമായി സംസാരിച്ചതിന് ശേഷം ഒരു പദ്ധതി തയ്യാറാക്കുകയും MLA വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് വകുപ്പ് മന്ത്രിമാർക്ക് നൽകിയതെന്നും പുതിയ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ തന്നെ 5 കോടി രൂപ ചെറുപുഴയുടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനത്തിന് വകയിരുത്തിയ വിവരം വളരെ അഭിമാനാർഹമാണെന്നും ചെറുപുഴ പഞ്ചായത്തിലെ ടൂറിസം പദ്ധതി നാടിൻ്റെ മുഖച്ഛായ മാറ്റുകയും ടൂറിസം മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യുമെന്ന് ഉറപ്പാണെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിലെ 33ഓളം ഉന്നതികളെ കേന്ദ്രീകരിച്ച് ഒരു പ്രൈവറ്റ് സ്കൂൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പട്ടികജാതി കുട്ടികളൊക്കെ തുളസി ടീച്ചർക്ക് നിവേദനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിലാണ് ചെറുപുഴ പഞ്ചായത്തിനകത്ത് 23 പ്രൈവറ്റ് സ്കൂളുകളിലെയും ഉന്നതികൾ സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് FHCയുടെ സ്ഥിരമായി ഡെപ്യൂട്ടി ഓഫീസറായി നിയമിക്കുന്നതിനുള്ള നിവേദനം നൽകി. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു തീരുമാനം മന്ത്രി എടുക്കുകയുണ്ടായി. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ച് ഡോക്ടർ സുനിലിനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ അടിയന്തരമായി നൽകി. കൂടാതെ തട്ടുമ കേന്ദ്രീകരിച്ച് ഒരു സബ് സെൻ്റർ അനുവദിക്കുന്നതിനും രാജ്യത്തെ ഒരു പോളിയോ ഡിസ്പെൻസറിയുടെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് മുകളിൽ നൽകിയത്. വനംവകുപ്പ് മന്ത്രിയോട് ശുചീകരിക്കുന്നതിനെ കാണുകയും മലയോരത്തെ വന്യമൃഗ ചെടികളെക്കുറിച്ചും ഫെൻസിങ്ങിൻ്റെ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും ഓരോ കേന്ദ്രമായി ഒരു ഫോറസ്റ്റ് ഡിഗ്രി ഓഫീസർ വേണമെന്നുള്ള നിർദ്ദേശവും ഞങ്ങൾ എടുക്കുകയുണ്ടായി. അതിനും നല്ല രീതിയിലുള്ള അനുകൂലമായ പ്രതികരണമാണ് ഞങ്ങൾ നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി സംയുക്തമായി നമ്മുടെ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായ റെസ്പോൺസൊക്കെ പഞ്ചായത്ത് ഓഫീസറിനെ അറിയിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നമ്മളിലേക്ക് കൊടുക്കാനുള്ള പ്രപ്പോസൽ ഇംഗ്ലീഷ് നൽകുന്നതിന് മുന്നേ തന്നെ ഇവിടെ പാർട്ടിയും അതുപോലെ തന്നെ ഭരണസമിതിയുള്ള കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചെയ്യുകയും അടിയന്തരമായി ആ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ മുഴുവൻ വിദഗ്ധരുമായി സംസാരിച്ചെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു നല്ല പ്രോജക്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തന്നെ ആ മേഖലയിലുള്ള പുഴ സംരക്ഷിക്കുന്നതിന് ബണ്ട് കെട്ടിക്കൊണ്ട് ഇറിഗേഷൻ പ്രൊജക്റ്റ് കൂടി അതിന് പുഴ വേണം എന്നതുകൊണ്ട് അനുബന്ധമായി അത് നൽകുകയും ചെയ്തു. ഈ പറയുന്ന പുതിയ കന്നി ബഡ്ജറ്റിൽ തന്നെ 1 മാസം പൂർത്തിയാവുന്ന സമയത്ത് നിധി സദസ്സ് നൽകിയ കന്നി ബഡ്ജറ്റിൽ തന്നെ നമ്മൾ ചെറു പഞ്ചായത്തുകൾ നിർവഹിക്കുന്നത്. അത് വലിയ പാത അന്തർസംസ്ഥാന പാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുവാനായി വിവിധങ്ങളായ ശ്രമങ്ങൾ ഇതിനു മുമ്പ് ധാരാളമായി നടന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു വലിയ മാറ്റം ഈ യാത്രയ്ക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട DW മിനിസ്റ്ററുമായി ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുടുംബവും പെരുമവും ഒക്കെ വളരെ പരിമിതമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലവും ഇത് സംബന്ധിച്ച് മുന്നോട്ട് വഴിയുള്ള ഈ ജനങ്ങളുടെ കാഴ്ചപ്പാട് ആകത്തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഏറ്റവും മനോഹരമായ ഒരു പദ്ധതിയാണ് നിർവഹണം ചെയ്യപ്പെടുന്നത്. സമഗ്രമായ വികസന കാഴ്ചപ്പാടുകൾ, കൃത്യമായ ദിശാബോധം എന്നിവയിലൂന്നി ജനങ്ങളെ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടിരുന്ന ബജറ്റ് വലിയ സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ നേതാക്കളെ സംബന്ധിച്ച് അസുലഭമായ ഒരു അനുഭവം ലഭിച്ചത് ഈ നിയമസഭയുടെ യാതൊരു രീതിയിലും കന്നി ബജറ്റ് കാണാനുള്ള അവസരം അതിനെപ്പറ്റി പഠിക്കാനുള്ള അവസരം ലഭിച്ചു നോക്കി ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ കാര്യമാണ്. പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഈ മുഖാന്തരം ഇപ്പോഴത്തെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി പ്രഥമ യോഗത്തിൽ തന്നെ എടുത്ത ഭരണസമിതി യോഗത്തിൻ്റെ തീരുമാനം നമുക്കെല്ലാം വളരെ ചെറു പഞ്ചായത്ത് നിവാസികൾക്ക് പ്രത്യേകിച്ച് വളരെ സന്തോഷകരമായ കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, ലളിത ബാബു, ലീന വില്യം, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മനോജ് പടക്കേൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, DCC നിർവാഹക സമിതി അംഗങ്ങളായ A ബാലകൃഷ്ണൻ, KK സുരേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.